ദൃശ്യം 3 റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ ജിത്തു ജോസഫ്. പടം 10 വയസ്സിൽ കൊള്ളൂല, ലോക തോൽവി എന്നൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. അങ്ങനെയല്ല, ദൃശ്യം 1-ലും 2-ലും ജിത്തു ജോസഫ് എങ്ങനെ നമ്മളെ എൻഗേജ് ചെയ്ത് പിടിത്തിരുത്തിയോ അതിൻ്റെ ഒരു 90% ഈ പടത്തിന് വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദൃശ്യം എന്ന് പറയുന്നത് ഒരു ഫുൾ ലെങ്ത് ത്രില്ലർ മൂടുള്ള പടമല്ല. ഫസ്റ്റ് ഹാഫ് മെയിൻലി ഒരു ഡ്രമാറ്റിക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അവസാനത്തെ ഒരു അരമുക്കാൽ മണിക്കൂറായിരിക്കും നമുക്ക് ത്രില്ലിങ് കാര്യങ്ങളൊക്കെ തന്നത്. ആ സെയിം സംഭവം തന്നെയാണ് ദൃശ്യം 3-ൽ തന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിനും സെക്കൻഡും പറഞ്ഞ പോലെ അമ്മാരി ടിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ദൃശ്യം ഫ്രാഞ്ചൈസിയോടെ ഒരു 100% നീതി പുലർത്തിയൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. ലാലേട്ടൻ, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഈ ലാലേട്ടന് ഇത്ര നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനില്ല, അതും ഒരു പടത്തിൻ്റെ 3-ാം പാർട്ടിലൂടെ. ഇതിൻ്റെ ഫുൾ കൈഡ് കൊടുക്കേണ്ടത് ജിത്തു ജോസഫ് എന്ന ഡയറക്ടറിനോടാണ്. പുള്ളി എങ്ങനെ ഇങ്ങനെ കഥ എഴുതുന്നു, എങ്ങനെ ആലോചിച്ചെടുക്കുന്നു, എങ്ങനെ ഇങ്ങനെ ഒരു ക്ലാസിക് ക്രിമിനലിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഡേഞ്ചർ. ഫാമിലിയായിട്ട് പോയിട്ട് കാണാൻ പറ്റിയൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളും പോയി കാണുക. അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വരുന്നവരെ ബൈ.